രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഇ ഡി ചോദ്യം ചെയ്യുന്നു മണിക്കൂർ കണക്കിന്. ചിദംബരത്തെയും ശിവകുമാറിനെയും ജയിലിലിടുന്നു. സ്റ്റാലിന്റെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു. ശിവസേനയുടെ NCPയെ പിളർത്തി കൊടിയും ചിഹ്നവും പാർട്ടി പേരും ഒക്കെ കടത്തിപ്പോകുന്നു. മമതാ ബാനർജിയുടെ കൂടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുന്നു. ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലാണ്. രാജ്യത്തുടനീളം പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുമ്പോൾ പിണറായി വിജയന്റെ CBI കേസ് 40ാമത്തെ തവണ കോടതി നീട്ടിവെക്കുന്നു. പിണറായി വിജയനെതിരെ കസ്റ്റംസും EDയും CBI ഒക്കെ അന്വേഷിച്ചിട്ടും കൺഫസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നില്ല. ലൈഫ് മിഷൻ ചെയർമാൻ പിണറായി വിജയൻ, സബോർഡിനേറ്റ് ജയിലില്. സ്വർണ്ണക്കടത്ത് കേസിലെ ബോസ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഓഫീസിലെ സബോർഡിനേറ്റ് ജയിലില്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സന്ദേഹം ജനിക്കുക അന്നം തിന്നുന്ന ആൾക്കാരുടെ മനസ്സിൽ സ്വാഭാവികമാണ്. ഗോപികൃഷ്ണ, അത് നാട് മുഴുവൻ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി അവസാനം പറയാൻ നിർബന്ധിതനായി അദ്ദേഹത്തിന്റെ വായിൽ കോലിട്ട് കുത്തി കുത്തി പ്രകോപിപ്പിച്ച് അവർ പറയിപ്പിച്ചു. രാഹുൽ ഗാന്ധിക്ക് സ്വന്തം സ്റ്റാൻഡ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയോടുള്ള ആക്ഷേപത്തിന് മറുപടിയായിട്ട് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു. പിന്നെ ഇവിടുത്തെ CPM ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ പിന്നെ വൈറ്റ് ആയിട്ടും ബ്ലാക്ക് ആയിട്ടും ഒക്കെ മുഖ്യമന്ത്രിയുടെ മകള് തന്നെ വാങ്ങിക്കൂട്ടുന്നു.